ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്ന് അനിക്കുട്ടിയുടെ കലോത്സവത്തിൻ്റെ ദിവസമാണ് കേട്ടോ. അപ്പോൾ കലോത്സവത്തിന് അവൾ റെഡി ആവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സ്കൂളിൽ തന്നെയാണ് ഞങ്ങൾ റെഡി ആവാനായിട്ട് ഇരിക്കുന്നത്. അവിടെ മേക്കപ്പ് ചെയ്യാനുള്ള സാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 8 മണിയൊക്കെ ആകുമ്പോൾ പോയി കേട്ടോ സ്കൂളിലോട്ട്. ഒരു 10-10:30 തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് മേക്കപ്പ് തുടങ്ങണം, എന്നാലേ അത് ഫിനിഷ് ആവുള്ളൂ എന്ന്. ഇപ്പോൾ ഭരതനാട്യത്തിന് മേക്കപ്പ് ആകുമ്പോൾ നമുക്കറിയാലോ ഒരു 1-1.5 മണിക്കൂർ പിടിക്കും അതൊന്ന് ഫിനിഷായിട്ട് കിട്ടാനായിട്ട്. അങ്ങനെ ഞങ്ങൾ മേക്കപ്പൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതൊരു മേക്കപ്പ് വീഡിയോ ആയിട്ട് കൂട്ടാൻ മതി കേട്ടോ. ഡാൻസൊന്നും അങ്ങനെ ഞാൻ ഇടുന്നില്ല, റെഡി ആവണത് മാത്രമാണ് കേട്ടോ ഞാൻ ഇടുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രിപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫൗണ്ടേഷനോ അങ്ങനെ എന്തോ സംഭവമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുഖത്ത്. ഇത് ഇവരുടെ ഡാൻസ് സ്കൂളിലത്തെ തന്നെ പരിപാടികൾക്കൊക്കെ നമ്മൾ വിളിക്കാറുള്ള ഒരു ചേട്ടൻ തന്നെയാണ്. ഇപ്പോൾ അനിക്കുട്ടിക്കിപ്പോൾ മേക്കപ്പ് ചെയ്യാനായിട്ട് ഈ പരിപാടിക്ക് ഞങ്ങൾ വിളിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മേക്കപ്പൊക്കെ തുടങ്ങി ഇപ്പോൾ മുഖത്തെ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് സമയം എടുക്കുമല്ലോ. നല്ല HD ഫിനിഷിലുള്ള മേക്കപ്പ് തന്നെയാണ് കേട്ടോ ഈ ചേട്ടൻ ചെയ്യാറുള്ളത്. തീരെ ഇപ്പം സ്വെറ്റായാലൊന്നും തീരെ ഇങ്ങനെ പോവാത്തൊരു ടൈപ്പ് മേക്കപ്പൊക്കെയാണ്. വെള്ളമായാലും അല്ലെങ്കിൽ കണ്ണൊക്കെ എഴുതുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറേ നേരം ഇങ്ങനെ തുറന്നു പിടിക്കണമല്ലോ. അപ്പോൾ ചിലപ്പോൾ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ടാവും. എന്നാലും അത് നല്ല ഇതിൽ തന്നെ ഇരിക്കാറുണ്ട് കേട്ടോ. ഈ ബേസ് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാലും തന്നെ ഫൗണ്ടേഷനും സംഭവങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാലും ഭയങ്കര വാട്ടർ പ്രൂഫാണ് ഈ ചേട്ടൻ്റെ മേക്കപ്പ്. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു എല്ലാവരും ചെയ്യാറുള്ളത്. എന്നാലും ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഞാനത് ഇത് ബ്ലഷ് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. ഇനി നമ്മൾ നോസ് കോണ്ടോർ ചെയ്യണ ഇത് ചെയ്തുകൊണ്ടിരിക്കാനായിട്ടാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരിങ്ങനെ ചെയ്യണ കാണാനായിട്ട്. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്ന ഡാൻസിൻ്റെ മേക്കപ്പ് ചെയ്യുന്നത് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അനിക്കുട്ടിയുടെ ഇങ്ങനെ മേക്കപ്പ് ചെയ്യാനായിട്ട് ഞാൻ വിചാരിച്ചു കുറേ നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് കാണാമല്ലോ ഇവളുടെ കലോത്സവത്തിന് ചെയ്തതിൻ്റെ മേക്കപ്പ് ആണെങ്കിലും ചെയ്യാൻ പോകുന്നതാണെങ്കിലൊക്കെ നമുക്ക് കാണാമല്ലോ എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ മോൾക്കും ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതൊക്കെ. അപ്പം എൻ്റെ മേക്കപ്പ് ചെയ്യാൻ വീഡിയോ ഒക്കെ എടുത്തോളോ, നമുക്ക് റീൽസ് ഇടണം, നമ്മൾ ഷോർട്സ് ഇടണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതേ മൂക്കിൻ്റെ അവിടുത്തെ കോണ്ടറിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പുരികം വരയ്ക്കാൻ കുറച്ച് ഇങ്ങനെ ഭയങ്കര കെയർഫുള്ളായിട്ടൊക്കെ വേണമല്ലോ ഇത് ചെയ്യാനായിട്ട്. കുറച്ചിങ്ങനെ സമയം എടുത്തിട്ടാണ് കേട്ടോ പുരികവും കണ്ണും ഒക്കെ ചെയ്യണത്. തീരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചെരിഞ്ഞും വളഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പാടല്ലേ അത് ഇതാക്കാനായിട്ട്, കറക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഭയങ്കര കെയർഫുള്ളായിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നീങ്ങി നിൽക്കണം കേട്ടോ, തട്ടരുത്. പിന്നെ അവർക്ക് ആ ഒരു കോൺസെൻട്രേഷൻ പോവും ഇതിങ്ങനെ വരയ്ക്കുമ്പോൾ. അപ്പോൾ കുറച്ച് ദൂരെയൊക്കെ നിന്നിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിരുന്നത് കേട്ടോ.
ഓൾമോസ്റ്റ് എല്ലാതും കഴിഞ്ഞിട്ടുണ്ട്. ഡ്രസ്സ് ചെയ്യലും ഹെയർ ചെയ്യലും എല്ലാതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റാണ് കേട്ടോ ലിപ്സ്റ്റിക്ക് ഇടുന്നത്. ലിപ്സ്റ്റിക്ക് ഇടുന്നത് ലാസ്റ്റ് തന്നെയാണെന്ന് തോന്നുന്നു എല്ലാവരും ചെയ്യാറുള്ളത്. അപ്പോൾ ഐലാഷസും അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ലിപ്സ്റ്റിക്കും കൂടി ഇടാനുള്ളൂ. പിന്നെ മൂക്കുത്തിയും ഒക്കെ വെക്കണം. അതുതന്നെയുള്ളൂ ഇനി ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? നല്ല സുന്ദരിയായിട്ടില്ലേ എൻ്റെ മോള്? നന്നായിട്ട് ചെയ്യും കേട്ടോ ഈ ചേട്ടൻ മേക്കപ്പ്. അപ്പോൾ മൂക്കുത്തി അവൾ ഓൾറെഡി മൂക്ക് കുത്തിയിട്ടുള്ള കാരണം ഞാൻ ചോദിച്ചു അതിന് ഊരണോ എന്നിങ്ങനെ ചോദിച്ചു. ഇനി വേറെ വെക്കുമ്പോൾ ഇതിന് ബുദ്ധിമുട്ടായാലോ എന്ന് വെച്ചാൽ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു സാരമില്ല, അതവിടെ ഇരുന്നോട്ടെ, കുഞ്ഞല്ലേ, അത് കുഴപ്പമില്ല, അതവിടെ ഇരുന്നോട്ടെ, അത് ഊരിയില്ലേലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ അത് ഊരാനൊന്നും നിന്നില്ല. അപ്പോൾ ദേ മേക്കപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അതും കഴിഞ്ഞു, ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കണ്ണിൻ്റെ അവിടെ ഒന്നും കൂടി ഒന്ന് ഫിനിഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ അതൊന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കുറച്ചധികം നേരം ഇങ്ങനെ തുറന്നിങ്ങനെ പിടിക്കണമല്ലോ. അപ്പം മോളുടെ കണ്ണിങ്ങനെ നിറഞ്ഞു തുടങ്ങിയിട്ടാണ്. അങ്ങനെ കാറ്റും വരുന്നുണ്ടായിരുന്നു ജനലിൻ്റെ അവിടെ ഇരിക്കുന്ന കാരണേ. അപ്പോൾ കാറ്റടിച്ചിട്ട് കണ്ണിങ്ങനെ നിറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല, വെള്ളം വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ, അതങ്ങനെ പരന്ന് പോണ ഇതൊന്നുമല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അതിങ്ങനെ ചേട്ടനിങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഒന്നും കൂടി ഒന്ന് ലെവലാക്കണമായിരുന്നു കണ്ണെഴുതിയത്. അപ്പോഴും കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം കുടുകുടാ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നീറുന്നുണ്ടോയെന്നൊക്കെ ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇനി കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ കണ്ണിന് വേദന എടുക്കുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ അവളൊന്നും മിണ്ടുന്നില്ല കേട്ടോ. മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പറഞ്ഞു അയ്യോ ആകെ ഒഴുകിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അവൾക്ക് ചിരി വന്നു. കുഴപ്പമൊന്നുമില്ല, അതിങ്ങനെ തുറന്ന് പിടിക്കുമ്പോൾ ഇങ്ങനെ കാറ്റടിച്ചിട്ട് വന്നതെന്നാണ് പറഞ്ഞത്. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടൻ ഒന്നും കൂടി ആ തുണി വെച്ചിട്ട് ഇങ്ങനെ തുടച്ച് കഴിഞ്ഞപ്പം ജസ്റ്റ് അതുമ്പോൾ ചെറിയൊരു റെഡ് ഉണ്ടായിരുന്നു. അതിങ്ങനെ വീണ്ടും അവിടെ ഇങ്ങനെ ആയി. അപ്പോൾ ആ ചേട്ടൻ വീണ്ടും അവരുടെ ഒരു കറക്ഷൻ സാധനമൊക്കെ എടുത്തിട്ട് ഒന്നുകൂടി ഒന്നിങ്ങനെ കറക്റ്റ് ചെയ്ത് തരിക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞു. മോള് മറ്റേ അരങ്ങേറ്റത്തിന് കളിച്ച വർണ്ണം തന്നെയാണ് കേട്ടോ ഇതിനും കളിച്ചത്. അപ്പോൾ അവൾക്ക് അരങ്ങേറ്റം കുറച്ച് മുന്നേ കഴിഞ്ഞ കാരണം അത് ഫുള്ള് കാണാപ്പാടം അവൾക്ക് അറിയായിരുന്നു. അപ്പോൾ വലിയ അങ്ങോട്ട് പുതിയ. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഞാൻ അത് തന്നെ കളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവളുടെ സ്വന്തം ഇഷ്ടത്തിനാണ് അത് എടുത്ത് എനിക്ക് എന്തായാലും കളിക്കണമെന്നും പറഞ്ഞിട്ട് അവൾ എഫേർട്ട് ഇട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് മോൾ തന്നെയാണ് കേട്ടോ ഒക്കെ ചെയ്തിട്ട്